ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പ്ലസ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആവശ്യകത എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വേഗം വീഡിയോയിലേക്ക് പോവാം. തമ്മിൽ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തമ്മിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവ എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമുക്ക് ആ തമ്മിൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. തംബ്നെയിൽ ക്രിയേഷന് വേണ്ടി നമ്മൾ ക്രോമിൽ canva.com എടുക്കുക. അപ്പോൾ ഇതാണ് ഇന്റർഫേസ് വരുന്നത്. അതിൽ തംബ്നെയിൽ, ബാനർ, സോഷ്യൽ മീഡിയ, വീഡിയോ പ്രസന്റേഷൻ, ഡോക്യുമെന്റ്സ് ആണ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കതിൽ നിന്ന് ടെംപ്ലേറ്റ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ സബ്ജക്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ അതിന് ഇഷ്ടം പോലെ തംബ്നെയിൽസ് കാണാം. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോനെ കുറിച്ചിട്ട്. അപ്പോൾ എന്താണ് യൂട്യൂബ് സ്റ്റുഡിയോ? അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ അത് തുറക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ 5 ഓപ്ഷൻസ് കാണാം. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഡാഷ്ബോർഡ് എന്നാണ്. ഡാഷ്ബോർഡിൽ വരുമ്പോൾ നമ്മുടെ ചാനൽ എന്താണ്, ആ ചാനൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, ഇപ്പോൾ എത്ര വ്യൂസ് ആയി, എത്ര വാച്ച് അവർ നമുക്ക് കിട്ടി. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ അതിൽ നമ്മുടെ മോണിറ്റൈസേഷൻ എമൗണ്ട്, പ്രൈസ്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ എത്ര ഡോളർ കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെയായിട്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമന്റ് കിട്ടിയത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഡാഷ്ബോർഡിൽ വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. അപ്പോൾ കണ്ടന്റ് സെഷനിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പിന്നെ പ്ലസ് നമ്മൾ ഷോർട്സും ആണ് ഈ കണ്ടന്റിൽ വരിക. ടൈപ്സ്, വിസിബിലിറ്റി, വ്യൂസ്, അതിന്റെ റെസ്ട്രിക്ഷൻ. പിന്നെ അടുത്ത ഓപ്ഷൻ ലാസ്റ്റ് തേർഡ് വൺ ആണ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു അടുത്ത ബട്ടൺ ആണ് കേട്ടോ. അനാലിസിസ് അതിൽ ട്രെൻഡ്സ്, ഓവർവ്യൂ, കണ്ടന്റ് ആൻഡ് ഓഡിയൻസ്, ഈ ഇത്രയാണ് അതിൽ വരുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, ടോപ്പിക് എന്താണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ അത് പിന്നെ ഓവർവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ്. നമ്മുടെ ചാനൽ ഇപ്പോൾ എത്ര വ്യൂസ് ആയി, ഏത് ദിവസത്തിൻ്റെ ഒരു കണക്കായിരിക്കും. ആ കണക്കിൽ നമുക്ക് എത്ര വ്യൂസ് കിട്ടി, നമ്മുടെ വാച്ച് അവർ എത്രയായി, നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ടോപ്പ് കണ്ടന്റ് നമ്മൾ ഇട്ടതിൽ ഏറ്റവും ടോപ്പ് കണ്ടന്റ് ഏതാണ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ തന്നെ. അപ്പം അതിൽ നോക്കുമ്പോൾ ഓൾ ഉണ്ട്, വീഡിയോസ്, ഷോർട്സ്, പോസ്റ്റ്. അതിൽ വ്യൂസ് എത്ര കിട്ടി, എത്ര വ്യൂസ് ആണ് 28 ദിവസം കൊണ്ട് എത്ര പേര് നമ്മുടെ വീഡിയോ കണ്ടു, എത്ര പേര് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ ടോപ്പ് ആയിട്ടുള്ള ഷോർട്സ് ഏതാണ്, ഏത് വഴിയൊക്കെയാണ് നമ്മൾ ഷോർട്സ് കാണുന്നത്, ആരെങ്കിലും നമ്മുടെ ഷോർട്സ് ഒക്കെ റിമിക്സ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഏത് തരം ഓഡിയൻസ് ആണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, അതാണ് എത്ര പേര് നമ്മുടെ വീഡിയോ പിന്നെയും കണ്ടു എന്ന് അതിൽ കാണിക്കും. പിന്നെ എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, എത്ര യൂണിക് വ്യൂസ് ഉണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പം എത്ര ഏജിലുള്ളവർ കണ്ടു, അതിനെ കുറിച്ചിട്ട് ഫുൾ ഒരു അനാലിസിസ് ആണ് ഇതിൽ നടത്തുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്, ആ കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് 28 ദിവസം കൊണ്ട് നമുക്ക് എത്ര കമൻറ്റ് കിട്ടി, എത്ര റിട്ടേൺ വ്യൂസ് ഉണ്ടായി, ആരൊക്കെയാണ് നമ്മൾ കമൻറ്റ് ചെയ്തത്, ഏതൊക്കെയാണ് ആ കമൻറ്റ്സ്, എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ. നമ്മൾ മോണിറ്റൈസേഷൻ ആയവർക്ക് ഈ സംഭവങ്ങളൊന്നും കാണൂല, അല്ലാത്തവർക്ക് എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല, എനിക്ക് ആവുന്നേ ഉള്ളൂ. ഇനി വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുമായിരിക്കും, പക്ഷേ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആകണം, എന്നാലേ എനിക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. വേണ്ടത് 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ഷോർട്സിൽ എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട്, വാച്ച് അവർ എത്ര ആയിട്ടുണ്ട്, അത് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്ലൈ ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവും, എലിജിബിലിറ്റി കിട്ടും. 4000 വാച്ച് അവർ ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ, 1000 സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ചിട്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്തായാലും നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റ് സെറ്റിങ്സും നമ്മുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് അങ്ങനത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് വ്യൂസും കിട്ടുള്ളൂ. പ്ലസ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഭാഗമുണ്ട്, അവിടെ നമ്മൾ സെറ്റിങ്സൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് വ്യൂസ് കൂടുള്ളൂ. അങ്ങനെ ഞാൻ ഒരു വട്ടം
ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. എനിക്ക് ഒത്തിരി വ്യൂസ്, ഞാൻ ഇടുന്ന എല്ലാ ഷോർട്സിനും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പം ആ വീഡിയോ നമുക്ക് അടുത്ത ഇതിന്റെ പിന്നാലെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ തുടർന്നും നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.